ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ നിങ്ങൾ സ്മാർട്ട് സ്വിംഗ് ട്രേഡർ കാണുകയാണ്. ഈ ചാനലിലെ വീഡിയോകൾ തുടർന്നും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഉടനടി നിങ്ങളിലേക്ക് എത്തും. നിഫ്റ്റി ഫാർമ മേഖലയിൽ ശക്തമായ നിക്ഷേപമുള്ള കമ്പനികൾക്ക് പൊതുവെ മത്സരപരമായ നേട്ടങ്ങളുണ്ട്. ബ്രാൻഡ് പവർ ആൻഡ് ട്രസ്റ്റ് ആഭ്യന്തര, ആഗോള വിപണികളിൽ സ്ഥാപിതമായ ഒരു നല്ല പ്രശസ്തി നേടിയിട്ടുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ റെഗുലേറ്ററി അംഗീകാരങ്ങൾ, യൂറോപ്യൻ യൂണിയനുമായും മറ്റ് നിയന്ത്രണ സ്ഥാപനങ്ങളുമായും കർശനമായ അനുസരണം, ഗവേഷണ വികസനം, പുതിയ മരുന്നുകളുടെയും ഫോർമുലേഷനുകളുടെയും തുടർച്ചയായ വികസനം, ചെലവ് കാര്യക്ഷമത, കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദനശേഷി, പ്രത്യേകിച്ച് ജനറിക്സിന്, ശക്തമായ വിതരണം, ആഗോള വ്യാപ്തിയും തന്ത്രപരമായ പങ്കാളിത്തവും. നിഫ്റ്റി ഫാർമ മേഖലയിലെ ഓരോ ട്രെൻഡ് സ്റ്റോക്കുകളുടെയും വിശദമായ വിശദീകരണം നോക്കാം. 1. സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്. മറ്റ് ഘടകങ്ങൾ. വിപണി നേതൃത്വം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഔഷധ കമ്പനി. യുഎസ് ജനറിക്സ് ആൻഡ് സ്പെഷ്യാലിറ്റി ബിസിനസ്. യുഎസിൽ ശക്തമായ സാന്നിധ്യം. ഡെർമറ്റോളജി, ഒഫ്താൽമോളജി, ഓങ്കോളജി. ഏറ്റെടുക്കലുകൾ. റാൻബാക്സി, ടാരോ, ഡെർമറ്റോളജി, മറ്റ് തന്ത്രപരമായ വാങ്ങലുകൾ. ഗവേഷണ വികസന ശക്തി. സങ്കീർണമായ ജനറിക്സുകളിലും സ്പെഷ്യാലിറ്റി മരുന്നുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആഗോള വ്യാപ്തി. 100-ലധികം രാജ്യങ്ങളിൽ സാന്നിധ്യം. വളർച്ചയെ ബാധിക്കുന്ന ഘടകങ്ങൾ. സ്പെഷ്യാലിറ്റി ഡ്രഗ് ഡിവിഷന്റെ വിപുലീകരണം. സങ്കീർണമായ ജനറിക്സുകളിലും ബയോസിമിലറുകളിലും വികസനം. ദീർഘകാല ചികിത്സകളിൽ ആഭ്യന്തര വിപണി വിഹിതം വർദ്ധിപ്പിക്കുന്നു. 2. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്. മറ്റ് ഘടകങ്ങൾ. സ്ട്രോങ് യുഎസ്എഫ്ഡിഎ, യുഎസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അനുസരിച്ചുള്ള നിർമ്മാണം. ജനറിക്സ്, ആക്ടീവ് ഫാർമസ്യൂട്ടിക്കൽ ചേരുവ. എപിഐകൾ, ബയോസിമിലറുകളിലെ സാന്നിധ്യം. ഗവേഷണ വികസന നിക്ഷേപം, ബയോസിമിലറുകൾ, ഓങ്കോളജി, ഇൻജബിളുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പങ്കാളിത്തങ്ങൾ, ആഗോള ഔഷധ കമ്പനികളുമായുള്ള സഹകരണം. വളർച്ചയെ ബാധിക്കുന്ന ഘടകങ്ങൾ. ബയോസിമിലറുകളിലും സങ്കീർണമായ ഇൻജബിളുകളിലും ഉണ്ടായിട്ടുള്ള വികസനങ്ങൾ. ചൈനയിലും വളർന്നുവരുന്ന വിപണികളിലും വികാസം. ചെലവ് ഒപ്റ്റിമൈസേഷനും കൂടുതൽ ലാഭകരമായ ഉൽപ്പന്ന ലോഞ്ചുകളും. 3. സിപ്ല. മറ്റ് ഘടകങ്ങൾ. ശ്വസന തെറാപ്പി നേതൃത്വം. ഇൻഹേലറുകളിലും ശ്വസന മരുന്നുകളിലും പ്രാവീണ്യം. ശക്തമായ ആഭ്യന്തര ബിസിനസ്. ഇന്ത്യയുടെ ആഭ്യന്തര ഔഷധ വിപണിയിലെ മികച്ച 3 കമ്പനികൾ. യുഎസ് വികാസം. സങ്കീർണമായ ജനറിക്സുകളിലും ഇൻജബിളുകളിലും വർദ്ധിച്ചുവരുന്ന സാന്നിധ്യം. ഗവേഷണ വികസനത്താൽ നയിക്കപ്പെടുന്ന വളർച്ച. ബയോസിമിലറുകളിലും സ്പെഷ്യാലിറ്റി ഉൽപ്പന്നങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വളർച്ചാ പ്രേരകങ്ങൾ. വിട്ടുമാറാത്ത ചികിത്സകളിൽ ശ്വസന, ഹൃദയ, വിപണി വിഹിതം വർദ്ധിപ്പിക്കൽ. സങ്കീർണമായ ജനറിക്സുകളും ഇൻഹേലറുകളും ഉപയോഗിച്ച് യുഎസിൽ വിപുലീകരണം. ബയോസിമിലറുകളുടെ പോർട്ട്ഫോളിയോ വളരുന്നു. 4. ഡിവിസ് ലാബ് ലബോറട്ടറികൾ. മറ്റ് ഘടകങ്ങൾ. ഗ്ലോബൽ ആക്ടീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് ലീഡർ. ലോകമെമ്പാടുമുള്ള പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കുള്ള ചേരുവകൾ. ഏറ്റവും ലാഭകരമായ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ ഒന്ന്. ശക്തമായ ഗവേഷണവും വികസനവും, ഇഷ്ടാനുസൃത പാക്കേജിംഗും, ഉയർന്ന ലാഭകരമായ സജീവ ഔഷധ ചേരുവ. പ്രധാന തന്മാത്രകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വളർച്ചാ പ്രേരകങ്ങൾ. വളരെ ലാഭകരമായ സജീവ ഔഷധ ചേരുവ. കോൺട്രാസ്റ്റ് മീഡിയ, പെപ്റ്റൈഡുകൾ, മെച്ചപ്പെടുത്തൽ. ആക്ടീവ് ഫാർമസ്യൂട്ടിക്കൽ ചേരുവകൾക്കുള്ള ആഗോള ഔട്ട്സോഴ്സിംഗ് ആവശ്യകത വർദ്ധിക്കുന്നു. ആഗോള ഔഷധ കമ്പനികളിൽ നിന്നുള്ള ശക്തമായ ഓർഡർ ബുക്ക്. 5. ലുബിൻ. മറ്റ് ഘടകങ്ങൾ. യുഎസ് ആൻഡ് ഇന്ത്യ മാർക്കറ്റ് ലീഡർഷിപ്പ്. യുഎസിലെ ശക്തമായ ജനറിക്സ് ബിസിനസ്. ആഭ്യന്തര ചികിത്സകളിൽ മുന്നിൽ. ബയോസിമിലറുകളും കോംപ്ലക്സ് ജനറിക്സും. ഇൻഹേലറുകൾ, ബയോസിമിലറുകൾ, ഇൻജബിളുകൾ എന്നിവയിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നു. റെഗുലേറ്ററി അംഗീകാരങ്ങൾ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പുതിയ മരുന്ന് പ്രയോഗത്തിന്റെ ചുരുക്കെഴുത്ത്. ആൻഡ് അംഗീകാരങ്ങളുള്ള വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോ. വളർച്ചാ പ്രേരകങ്ങൾ. ബയോസിമിലറുകളിലും സ്പെഷ്യാലിറ്റി മരുന്നുകളിലും പ്രചാരം വർദ്ധിക്കുന്നു. ലാഭക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുള്ള ചെലവ് ചുരുക്കൽ നടപടികൾ. 6. ബയോകോൺ. മറ്റ് ഘടകങ്ങൾ. ബയോസിമിലറുകളിലെ പയനീർ, ഇൻസുലിൻ, മോണോക്ലോണൽ ആന്റിബോഡികൾ, ഇമ്മ്യൂണോതെറാപ്പി എന്നിവയിൽ ശക്തമായ പോർട്ട്ഫോളിയോ. ആഗോള പങ്കാളിത്തങ്ങൾ. ബയോസിമിലറുകൾക്കായി മൈലാൻ, വിയട്രിസ് എന്നിവയുമായും മറ്റുള്ളവരുമായും സഹകരണം. ഗവേഷണ വികസന നേതൃത്വം. പുതിയ ബയോളജിക്സുകളിലും ബയോസിമിലറുകളിലും നിക്ഷേപം. വളർച്ചാ പ്രേരകങ്ങൾ. ബയോസിമിലറുകളിലേക്കും ഇൻസുലിൻ അനലോഗുകളിലേക്കും വ്യാപനം. വളർന്നുവരുന്ന വിപണികളിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ. ഗവേഷണാധിഷ്ഠിത ചികിത്സകളിൽ വർദ്ധിച്ചുവരുന്ന സാന്നിധ്യം. 7. ടോറന്റ് മരുന്നുകൾ. മറ്റ് ഘടകങ്ങൾ. ശക്തമായ ക്രോണിക് തെറാപ്പി പോർട്ട്ഫോളിയോ. ഹൃദയ, പ്രമേഹ, കേന്ദ്ര നാഡീവ്യൂഹ മരുന്നുകളിൽ നേതൃത്വം. ബ്രാൻഡ് അധിഷ്ഠിത വളർച്ച. ഇന്ത്യയിലെ പ്രീമിയം വിലനിർണ്ണയ ശക്തി. പലിശ, നികുതി, മൂല്യത്തകർച്ച, അമോർട്ടൈസേഷൻ എന്നിവയ്ക്ക് മുമ്പുള്ള ഉയർന്ന വരുമാനം. പലിശ, നികുതി, മൂല്യത്തകർച്ച, അമോർട്ടൈസേഷൻ എന്നിവയ്ക്ക് മുമ്പുള്ള വരുമാനം. EBITDA മാർജിനുകൾ. ബ്രാൻഡഡ് ജനറിക്സുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ ശക്തമായ ലാഭം. വളർച്ചാ പ്രേരകങ്ങൾ. ക്രോണിക് ചികിത്സകളിൽ വിപണി വിഹിതം വികസിപ്പിക്കുന്നു. ഇന്ത്യയിലെ ബ്രാൻഡ് നിർമ്മാണത്തിലും ആഗോള വ്യാപനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സ്പെഷ്യാലിറ്റി മരുന്നുകളിൽ വർദ്ധിച്ചുവരുന്ന സാന്നിധ്യം. 8. അബോട്ട് ഇന്ത്യ. മറ്റ് ഘടകങ്ങൾ. മെഡിക്കലി നെസ്രി കെയർ MNC നേട്ടം. ആഗോള പാരന്റിംഗ് കമ്പനിയായ അബോട്ടിൽ നിന്നുള്ള ശക്തമായ പിന്തുണ. കുറിപ്പടി ആവശ്യമില്ലാതെ വാങ്ങാവുന്നവ. OTC ആൻഡ് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് ലീഡർഷിപ്പ് പൊസിഷൻ. വിറ്റാമിനുകൾ, ദഹന ആരോഗ്യം, സ്ത്രീകളുടെ ആരോഗ്യം എന്നിവയിലെ മുൻനിര ബ്രാൻഡുകൾ. ബ്രാൻഡ് ശക്തി. ക്രമാഫിൻ, തൈറോണോം, പ്രൂഫിൻ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ഉയർന്ന മൂല്യം. വളർച്ചയ്ക്കുള്ള പ്രചോദനങ്ങൾ. ആരോഗ്യ സംരക്ഷണ അവബോധത്തിലും OTC ആവശ്യകതയിലും വർധനവ്. സ്ത്രീകളുടെ ആരോഗ്യം, പോഷകാഹാരം, ഉപാപചയ ചികിത്സകൾ എന്നിവയിലെ വികാസം.
ഇന്ത്യയിലെ ടയർ 2, ടയർ 3 നഗരങ്ങളിൽ ശക്തമായ വിൽപ്പന വളർച്ച. തീരുമാനം. ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ ഓരോന്നിനും സവിശേഷമായ മത്സര നേട്ടമുണ്ട്. ഗ്ലോബൽ ജനറിക്സ് ആൻഡ് സ്പെഷ്യാലിറ്റി ലീഡർഷിപ്പ്, സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡീസ്, സിപ്ല, ലുപിൻ. സജീവ ഫാർമസ്യൂട്ടിക്കൽ ചേരുവ. ആധിപത്യം ആൻഡ് കരാർ നിർമ്മാണം, ദിവിസ് ലബോറട്ടറീസ്. ബയോസിമിലറുകളും ഇന്നൊവേറ്റീവ് ബയോളജിക്സും, ബയോകോൺ. ഇന്ത്യയിലെ പ്രീമിയം വിലനിർണ്ണയ ശക്തി, ടോറന്റ് ഫാർമ, അബൌട്ട് ഇന്ത്യ. നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കണമെങ്കിൽ കൂടി സീറോ ഡക്കയുടെ ലിങ്ക് ഞാൻ വിവരണത്തിൽ നൽകിയിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് തുറക്കാം. ഈ വീഡിയോയിലോ മുൻകാല അഭിപ്രായങ്ങളിലോ പരാമർശിച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും സ്വിംഗ് ട്രേഡർ എന്ന യൂട്യൂബ് ചാനലിന്റെ ബാനറിൽ ലഭ്യമാണ്. ഇത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതും വ്യാപാരം നടത്തുന്നതും മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. ഞങ്ങൾ സെബി രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ നാസ്ഡാക്ക് രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ അല്ല. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ ലാഭത്തിനോ നഷ്ടത്തിനോ സ്വിംഗ് ട്രേഡർ ഉത്തരവാദിയല്ല. ഈ ഉള്ളടക്കത്തിന്റെ പ്രധാന ലക്ഷ്യം ഓഹരി വിപണിയെക്കുറിച്ചുള്ള അറിവും അവബോധവുമാണ്. അതിനാൽ ഞങ്ങൾ ഉത്തരവാദികളല്ലെന്നും നിയമപരമായ നടപടികൾക്ക് ബാധ്യസ്ഥരല്ലെന്നും നിങ്ങൾ സമ്മതിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.